ഇന്ന് ധാരാളം പേരിൽ കാണുന്ന ഒരു വിഷയമാണ് യൂറിക് ആസിഡിന്റെ പ്രശ്നം. എന്തുകൊണ്ടാണ് യൂറിക് ആസിഡ് കൂടുന്നത്? ഇതിൽ നിന്നാണ് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്? നാച്ചുറൽ ആയിട്ടുള്ള മാർഗത്തിലൂടെ എങ്ങനെയാണ് കുറച്ചു കൊണ്ടുവരാം? ഈ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിന്റെ മെറ്റബോളിസത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. നമ്മളുടെ സെല്ലുകൾ സദാസമയത്തും നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം. ആ സെല്ലുകളിലുള്ള DNA-യും RNA-യും പുറത്തു വരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന പ്യൂരിറ്റിൻ, അതാണ് 70% യൂറിക് ആസിഡിന്റെയും കാരണക്കാരൻ. രണ്ടാമത് നമ്മളുടെ ആഹാരത്തിലൂടെ കിട്ടുന്ന യൂറിക് ആസിഡ്, പ്രത്യേകിച്ചും ജന്തുജന്യമായിട്ടുള്ള ആഹാരങ്ങളിൽ നിന്ന് കിട്ടുന്ന യൂറിക് ആസിഡ്. ഇങ്ങനെ വരുന്ന യൂറിക് ആസിഡിന്റെ 90%വും ശരീരം റീഅബ്സോർഷൻ ചെയ്യുന്നു. വൃക്കകളിലൂടെ രക്തം പാസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ശരീരം റീഅബ്സോർവ് ചെയ്യുന്നു. ബാക്കി 10% മൂത്രത്തിലൂടെയും മലത്തിലൂടെയും പുറത്തു പോകുന്നു. ഇതാണ് സാധാരണ നടന്നു വരുന്ന പ്രക്രിയ. ഇവിടെ അമിതമായിട്ട് ആഹാരത്തിലൂടെ യൂറിക് ആസിഡ് കൂടുതൽ ചെല്ലുകയും വൃക്കകളുടെ ശേഷി കുറയുന്നതിനെ അരിച്ച് പുറത്തു കളയാൻ സാധിക്കാതെ വരുമ്പോഴാണ് ബ്ലഡില് യൂറിക് ആസിഡ് കൂടുന്നത്. ഇത്തരം യൂറിക് ആസിഡ് ക്രിസ്റ്റലൈസ് ചെയ്യുകയും അത് നമ്മളുടെ ശരീരത്തിന് സന്ധികളിലും ഒക്കെ വന്ന് അടിഞ്ഞിട്ട് നമുക്ക് ഗൗട്ട് എന്ന് പറഞ്ഞ രോഗം ഉണ്ടാവാം. കഠിനമായിട്ടുള്ള വേദനയും അതുപോലെ മുഴകളും അതുപോലെ പല പ്രശ്നങ്ങളുണ്ടാവാം. കൂടാതെ നമ്മളുടെ ഞരമ്പുകളുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോകുന്നു. അതിലെ നൈട്രിക് ഓക്സൈഡിന്റെ ഉൽപ്പാദനം കുറഞ്ഞു പോകുന്നു. ഇതിന്റെ ഫലമായിട്ട് സ്റ്റിഫൻസ് വരാം, പ്രഷർ വർദ്ധിക്കാം, ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവാം, ലിവറിന് പ്രശ്നം ഉണ്ടാവാം. ഇതുപോലെയുള്ള പല രോഗങ്ങളുടെയും കാരണമായിട്ട് യൂറിക് ആസിഡ് തീരുന്നതാണ്. മറ്റൊരു പ്രശ്നം, ആഹാരത്തിലൂടെ കൂടുതൽ യൂറിക് ആസിഡ് എന്നാൽ ഇതിനെ അരിച്ച് നീക്കം ചെയ്യേണ്ട അമിതമായിട്ട് അധ്വാനത്തിന് ഫലമായിട്ട് നമ്മളുടെ കിഡ്നി ഫെയിലാവാം. അങ്ങനെ വൃക്ക രോഗത്തിനും യൂറിക് ആസിഡ് കാരണമായി തീരും. മറ്റൊരു പ്രശ്നം, യൂറിക് ആസിഡും കാൽസ്യവും മറ്റും ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് വൃക്കകളിലും അതുപോലെ ബ്ലാഡറിലും സ്റ്റോൺ ഉണ്ടാവാം. ഇനി യൂറിക് ആസിഡിനെ എങ്ങനെയാണ് കുറയ്ക്കണമെന്ന് നോക്കാം. നമുക്ക് ആഹാരത്തിലൂടെ അകത്തുള്ള യൂറിക് ആസിഡിനെയാണ് ഫലപ്രദമായിട്ട് കുറയ്ക്കാൻ സാധിക്കുള്ളൂ. അതിന് മുമ്പ് പറഞ്ഞ തരത്തിലുള്ള ജന്തുജന്യമായ ആഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക. പ്രത്യേകിച്ച് മാംസത്തിന്റെ ഭാഗമായിട്ടുള്ള ലിവറിന്റെ ഭാഗമെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. മത്സ്യം, മാംസം, മുട്ട, അതുപോലെ മദ്യവും ഇതിനെ വർദ്ധിപ്പിക്കുന്നതാണ്. കൂണ്, ഇത്തരം ആഹാരങ്ങൾ ഒഴിവാക്കുക. ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ, മൈദയായാലും അതുപോലെ ഈസ്റ്റ് ചേർത്ത് പുളിപ്പിച്ച സാധനങ്ങളും എല്ലാം യൂറിക് ആസിഡിനെ വർദ്ധിപ്പിക്കുന്നതാണ്. അത്തരം ആഹാരങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ഏതൊക്കെയാണ് വൃക്കരോഗത്തെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആഹാരങ്ങൾ കൂടി നോക്കാം നമുക്ക്. പ്രധാനമായിട്ടും ധാന്യങ്ങളുടെ അളവ് കുറയ്ക്കുക. വലിയ ധാന്യങ്ങളിൽ നിന്ന് ചെറിയ ധാന്യങ്ങളിലേക്ക് മടങ്ങുക. പച്ചക്കറികളുടെയും പഴങ്ങളുടെയും അളവ് വർദ്ധിപ്പിക്കുക. പ്രമേഹമുള്ളവരാണെങ്കിൽ പ്രധാനമായിട്ടും പുളിയുള്ള പഴങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. അതുപോലെ ഇലക്കറികളും വളരെ സഹായകരമായ ഒരു ഘടകമാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. പിന്നെ ശരീരത്തിന് പൂർണ്ണമായിട്ടും ആയാസം കിട്ടുന്ന തരത്തിലുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടുക. അതുപോലെ ബ്രീത്തിങ് എക്സസൈസിലൂടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുക. വെയിൽ കൊള്ളുന്നതും നമ്മളുടെ ബോഡി പെയിനെ കുറയാൻ വളരെ സഹായകരമാണ്. ഇത്തരം മാർഗത്തിലൊക്കെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് യൂറിക് ആസിഡിനെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതിൻ്റെ വർധനവിനെ തടയാൻ സാധിക്കും. യൂറിക് ആസിഡിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ സാധിക്കില്ല. അത് നമ്മളുടെ ശരീരത്തിന്റെ ഭാഗമാണ്, ശരീരത്തിന് ആവശ്യമുള്ളൊരു ഘടകമാണെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇന്ന് അധികവും കാണുന്ന ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ച് യൂറിക് ആസിഡിനെ കുറയ്ക്കുന്ന രീതിയാണ്. ഇത് നല്ലതാണെന്ന് പറയാൻ നിവൃത്തിയില്ല. ഇവിടെ അധികമുള്ള യൂറിക് ആസിഡിനെ വൃക്കകളുടെ അരിച്ച് പുറത്തു കളയുകയാണ് ചെയ്യണത്. അത് വൃക്കകളുടെ ലോഡ് വർദ്ധിക്കുകയും വൃക്ക രോഗത്തിന് കാരണമായി തീരുകയും ചെയ്യും. അതുപോലെ യൂറിക് ആസിഡിന്റെ ഉൽപ്പാദനത്തെ തന്നെ കുറപ്പിക്കുന്ന മരുന്നുകളുണ്ട്. ഇതിന്റെ ഫലമായിട്ട് ശരീരത്തിന്റെ മെറ്റബോളിസം തകരാറിലാകും. അതുകൊണ്ട് മെഡിസിനാണ് യൂറിക് ആസിഡിന്റെ അവസാനത്തെ വാക്ക് എന്നുള്ള ഒരു ചിന്ത നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. കുറച്ചു കാലമൊക്കെ ഉപയോഗിക്കാന്നല്ലാതെ ദീർഘകാലം നമ്മൾ മെഡിക്കേഷന്റെ മാർഗത്തിലേക്ക് പോകാതെ നാച്ചുറൽ ആയിട്ടുള്ള മാർഗത്തിലൂടെ ഇതിനെ കുറയ്ക്കണം. ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് കൂടി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്.